എന്താ ഇത്ര താമസിച്ചു? വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ചൊന്ന് പുറത്ത് കടക്കണ്ടേ? വാളവിടെ ദാ. അത് വേണ്ട. ആദ്യം പണം എന്റെ അക്കൗണ്ടിലേക്ക് ഇട്, എന്നിട്ട് തരാം വാള്. നോക്ക്, പണം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതൊരു അഡ്വാൻസ് മാത്രമാണ്. ദാ എന്റെ തറവാടിന്റെ നിധി. രാമഭദ്രനെ ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. പണവും ഞാൻ അവിടെ അടച്ചോളാം. പക്ഷെ ആ പണം വാളിന്റെ വിലയിൽ നിന്ന് ഞാൻ കുറയ്ക്കും. ഓക്കെ. നീ എവിടെയായിരുന്നു? ഞാൻ മുറ്റത്ത്. അസമയത്ത് മുറ്റത്ത് നിനക്കെന്താ കാര്യം? അത് ഓ വല്ലാത്ത ചൂട്, കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാച്ചാ. അതിന് നിന്റെ മുറി ഫാനില്ലേ, എ സി ഇല്ലേ? അല്ല, എന്നാലും പുറത്തെ കാറ്റിൻ്റെ ഒരു സുഖം ഉണ്ടാച്ചാ. നിന്റെ കണ്ണുകളിൽ കാണാം നീ പറയുന്നെല്ലാം പച്ചക്കള്ളമാണെന്ന്. ഞാൻ നിന്റെ അച്ഛനാ. എന്നോട് കള്ളം പറയാൻ നീ ശ്രമിക്കരുത്. എന്താ നീ മിണ്ടാ നിൽക്കുന്നേ? എന്താച്ചാ, എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ലേ? അവനവന്റെ മുറ്റത്തിറങ്ങിയ എന്ത് കുഴപ്പം? അതല്ല, കുറെ ദിവസങ്ങളായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. നീ എന്തോ ഒരു വലിയ കള്ളം മനസ്സിൽ സൂക്ഷിക്കും പോലെ എനിക്ക് തോന്നുന്നു. ദേ അച്ഛാ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് എന്റെ നേരെ വരല്ലേ. അച്ഛന് പ്രായമായി വരുന്നോണ്ട് ഓർമ്മക്കേടും തെറ്റിദ്ധാരണയൊക്കെ കുറെ കൂടും. അതിന് ചികിത്സയാ വേണ്ടത്. അച്ഛന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, പറഞ്ഞാ മതി. മുറ്റത്തിറങ്ങാനും പറ്റില്ല.
അയ്യോ എന്റെ ദേവി ജഗദീഷേ രാജലക്ഷ്മി അയ്യോ അയ്യോ പോരുത്. രാജലക്ഷ്മി രാജലക്ഷ്മി എന്റെ ദേവി മോനെ മോനെ. അതൊന്ന് കെടുത്താൻ നോക്ക്. മോനെ, കാർത്തി. മോനെ. കുഞ്ഞമ്മാവ തീ കെടുത്തണം. മാലതി എല്ലാ ബാത്റൂമിൽ നിന്ന് പോയി വെള്ളം എടുത്തോണ്ട് വാ. ചെല്ലടാ. ഞാനിപ്പോ വരാം. എന്റെ ഭഗവാനെ കൃഷ്ണ വേണ്ട. രാജലക്ഷ്മി ഈശ്വര അമ്മേ ദൈവമേ കാർത്തി വേഗം വാ. രാജലക്ഷ്മി അമ്മേ മാറ. പോകണ്ട അയ്യോ ദൈവമേ ദേവി ഭഗവതി ഞാൻ പറഞ്ഞില്ലേ രാജലക്ഷ്മി എന്തോ നാശം വരെ നിന്റെ സൂര്യൻ എനിക്ക് കിട്ടിയെന്ന് അയ്യോ, രാജലക്ഷ്മി വേണ്ട ഇതിന് തക്കതായി എന്താ അപരാധം ഞങ്ങൾ ചെയ്തത് മുഴുവൻ കത്തിപ്പോയല്ലോ അമ്മേ. മോനെ വേണ്ട അമ്മേ പോരുത്. മംഗലത്തെ രാജലക്ഷ്മി. എല്ലാ വസ്തുക്കളുടെ ആധാരങ്ങള് ഈ മുറിക്കകത്തായിരുന്നു ഈശ്വര കത്തി ചാമ്പലായി പോയല്ലോ അമ്മേ. എന്റെ തറവാട് തകർന്നല്ലോ ദൈവമേ മുത്തശ്ശി. ഇനി നീ ഞങ്ങളുടെ ജീവൻ കൂടിയൊക്കെ എടുത്താ മതി കരയല്ലേ അമ്മേ. മുത്തശ്ശി കരയാതെ കരയില്ലേ അമ്മേ. കരഞ്ഞ അസുഖമൊന്നും വരുത്തി വെക്കില്ല എന്റെ അമ്മേ. ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ അമ്മേ. നശിപ്പിച്ചില്ലേ എല്ലാം നശിപ്പിച്ചില്ലേ ആ ഒരുമ്പിട്ടവള് എന്നീ തറവാട്ടിനകത്ത് വന്നു കയറിയോ അന്നു തുടങ്ങി ചെമ്പകമംഗലത്തിന്റെ നാശം രാജലക്ഷ്മി അരുത് ശപിക്കരുത് ശാപം തിരിച്ചടിക്കുന്നു അയ്യോ ദൈവമേ അയ്യോ ദൈവമേ എല്ലാം നശിച്ചല്ലോ അമ്മേ എന്റെ കൃഷ്ണ പൊള്ളുന്ന പനിയാണല്ലോ ലിസമ്മേ. എന്ത് ചെയ്യാനാ മരുന്നൊന്നും ഇവിടെ ഇരിപ്പില്ല. തന്നെയല്ല എന്ത് മരുന്നാ കുഞ്ഞിന് കൊടുക്കുന്നതെന്ന് അറിയ പോലുമില്ല. നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തി പരിചയമൊന്നുമില്ലല്ലോ. കരയല്ലേ മോളെ. വാവയുടെ പനി ഇപ്പൊ മാറും. നമുക്ക് ആ മൈഥിലിയെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവൾ അമ്മയല്ലേ, കുഞ്ഞിന് എന്തു മരുന്നാ കൊടുക്കേണ്ടതെന്ന് അവൾക്കറിയാലോ. ഇച്ചായനൊന്ന് വിളിച്ചു നോക്ക്.
മാഡം എന്താ നിനക്ക് ഉറക്കമില്ലേ? അതല്ല, മാഡത്തിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഹലോ, ഞാൻ ജയിക്കുവാണ് മാഡം. അതിന് ഞാൻ എന്ത് വേണം? കുഞ്ഞിന് പനി കൂടുകയാണ് മാഡം. എന്ത് മരുന്നാ കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് അറിയേയില്ല. കുഞ്ഞിന് എന്ത് മരുന്നാ കൊടുക്കുന്നതെന്ന് എനിക്കും അറിയില്ല. എന്റെ കുഞ്ഞിനെ നോക്കിയിരുന്നത് വീട്ടിലെ സർവന്റ് ആയിരുന്നു. കുഞ്ഞിന് എന്ത് മരുന്നാ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു കൊടുക്കാം. നിനക്കെങ്ങനെ അറിയാം? ഞാനൊരു കുഞ്ഞിനെ വളർത്തി വലുതാക്കിയതല്ലേ. അവളിപ്പോ PhD എടുക്കാൻ പഠിക്കുക. ആ, എന്നാ പറഞ്ഞു കൊടുക്ക്. അല്ലേ വേണ്ട. ഇങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുത്താ മതി. ഹലോ, കടുത്ത പനിയല്ലേ? അതെ. അതിരാവിലെ കുഞ്ഞിനെ കൊണ്ട് അവിടെ ചെന്നാ മതി. അവിടെ നല്ലൊരു ലേഡി ഡോക്ടർ ഉണ്ട്. അവര് മരുന്ന് തരും. ശരി, താങ്ക് യു. കഴിഞ്ഞോ? പറഞ്ഞു കൊടുത്തു മാഡം. ഹലോ, വേഗം പുറത്തേക്ക് വാ. ആ,
എന്താ മോളെ? കുഞ്ഞുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ? മരുതൻകുഴി. മരുതൻകുഴിയിലോ? അവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ കുഞ്ഞുമായിട്ട് വരാൻ വേണ്ടി ഞാൻ അവരോട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ മോളെ? ഞാൻ പറയാം. നിങ്ങളുടെ വീട് എവിടെയാ? മരുന്നുകുഴി. മരുതൻകുഴിയാണോ? എന്നാ അതിനടുത്തൊരു ശുശ്രൂഷ നഴ്സിംഗ് ഹോം ഉണ്ട്. അതിരാവിലെ കുഞ്ഞിനെ കൊണ്ട് അവിടെ ചെന്നാൽ മതി. പക്ഷേ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ തിരിച്ചു മേടിക്കുമേ? മറ്റൊന്നും വേണ്ട, പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. നീ അതുപോലെ ചെയ്താൽ മതി. ഹലോ. ഹലോ, ഞാനാ കാർത്തിട്ട മീനാക്ഷി. മീനാക്ഷി, വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. നമ്മുടെ കുഞ്ഞിന്റെ കാര്യോ? കുഞ്ഞിനെ കണ്ടെത്തിയോ മീനാക്ഷി? കുഞ്ഞിപ്പോ എവിടെ ഉണ്ട്? ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ പറയുന്ന പോലെ കാർത്തിട്ട് തന്നെ ചെയ്താൽ മതി. ആ, പറയൂ. ശരി, ഓക്കെ. ഇതെന്നിലെ രാവിലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ. പർദ്ദയിടുന്നവര് പൊട്ടുകുത്താറില്ലല്ലോ.